ഹേ ഗായ്സ്, കാർ എടുക്കുന്നവർക്കിടയിലുള്ള ഏറ്റവും വലിയ കൺഫ്യൂഷനാണ് കാർ എടുക്കണോ അല്ലെ നോർമൽ ആയിട്ടുള്ള പെട്രോൾ കാർ എടുക്കണോ എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഇന്ത്യയിലെ മാർക്കറ്റിൻ്റെ ജനറൽ ആയിട്ടുള്ള ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. അതായത് നിങ്ങൾ നോർമലി വിയുടെ സെയിൽസ് നോക്കുകയാണെങ്കിൽ 2025 ഇന്ത്യയിൽ 2 മില്യൺ ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ് ആക്ച്വലി പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ 2024 കണക്കെടുത്ത് നോക്കുകയാണെങ്കിൽ ടോട്ടൽ IC എഞ്ചിൻ ആൻഡ് കാർസിൻ്റെ വെച്ച് നോക്കുവാണെങ്കിൽ കാർസ് വെറും 2.4% മാത്രമേ കോൺട്രിബ്യൂഷൻ ഉള്ളൂ. അതായത് 2024 വിറ്റ 100-ൽ 97 മുതൽ 98% കാറുകളും IC എഞ്ചിൻ കാർസ് തന്നെയാണ്. ഇനി ഈ കാർസിൽ തന്നെ നമ്മൾ ടോപ്പ് ബിഗ് നെയിംസ് നോക്കുവാണെങ്കിൽ ടാറ്റ മോട്ടോഴ്സ് ആണ്. അവർക്ക് 35.4% ആണ് അവരുടെ മാർക്കറ്റ് ഷെയർ വരുന്നത്. പ്ലസ് MG മോട്ടോഴ്സ് ആണ് സെക്കൻഡ് വരുന്നത് 30.6%. ആൻഡ് മഹീന്ദ്ര 21.3% മൂന്നാം സ്ഥാനത്ത് തന്നെയാണ്. സോ നോർമൽ നോക്കുവാണെങ്കിൽ ഫസ്റ്റ് ആൻഡ് തേർഡ് സ്ഥാനത്ത് നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ്സ് ആയിട്ടുള്ള ടാറ്റയും മഹീന്ദ്രയും കാണാൻ പറ്റും. പക്ഷേ ഈവൻ ദോ നമ്മൾ അതിൽ ഏറ്റവും കൂടുതൽ വിൽക്കുന്ന കുറച്ച് കാറുകൾ നോക്കുവാണെങ്കിൽ MG വിൻസർ EV ഫസ്റ്റ് പൊസിഷനിലുണ്ട്. പിന്നെ രണ്ടാമത്തത് ടാറ്റ പഞ്ച് EV ആണ്. തേർഡ് വരുന്നത് ടാറ്റ ടിയാഗോ EV ആണ്. സോ എന്താണ് ആക്ച്വലി ഇത്രയും ഈവൻ ദോ 100% ഇത്രയും അത്യാവശ്യം കാറുകൾ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് വെറും 2.4% മാത്രം മാർക്കറ്റ് കോൺട്രിബ്യൂഷൻ ഉള്ളത്? അതിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് ഫസ്റ്റ് തന്നെ നമുക്കുള്ളത് ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ആൻഡ് റേഞ്ച് ആങ്സൈറ്റി എന്നുള്ള ഇഷ്യൂ ആണ്. അതായത് ഇന്ത്യയിൽ ഇപ്പോഴും പറയുകയാണെങ്കിൽ ഇന്ത്യയിലുള്ള ഒരു 100 ചാർജിങ് സ്റ്റേഷൻസ് എടുക്കുകയാണെങ്കിൽ 25ഓളം ചാർജിങ് സ്റ്റേഷൻസ് വർക്ക് ആവാത്തതായിരിക്കും. അതായത് എപ്പോഴും പവർ വരാത്ത ഒരു ചാർജിങ് സ്റ്റേഷൻസ് ആയിരിക്കും. സോ ആ ഒരു പ്രശ്നം വലിയൊരു ഇഷ്യൂ തന്നെയാണ്. പിന്നെയുള്ളത് റേഞ്ച് ആങ്സൈറ്റി. അത് ചിലർക്കുള്ളതാണ്. ബിക്കോസ് ജസ്റ്റ് ഇമാജിൻ നിങ്ങൾ നോർമൽ കാർ കൊണ്ടുപോകുകയാണെങ്കിൽ പല സ്ഥലങ്ങളിലും പെട്രോൾ പമ്പുകളുണ്ട്. സോ യു ക്യാൻ ഈസിലി ഫിൽ ദ ടാങ്ക് ആൻഡ് ഗോ. ബട്ട് വെൻ സെയിങ് ദാറ്റ് നോർമലി മറ്റുള്ള ഒരു ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു കാർ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെയുള്ള ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത് ലോ ചാർജിങ് സ്പീഡിൻ്റെ ഇഷ്യൂ ആണ്. അത് ജനറലി ഇന്ത്യയിൽ നോക്കുവാണെങ്കിൽ അറൗണ്ട് 29 kW ചെറിയ ബാറ്ററി ബാക്കപ്പാണ് വരുന്നത്. സോ അതുകൊണ്ട് തന്നെ ഒരു 1.5 to 2 hours തന്നെ ഈവൻ ദോ ഫാസ്റ്റ് ചാർജിങ്ങിൽ തന്നെ അത്രയും എടുക്കുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഒരു ലോങ് ഡ്രൈവ് പോകുന്ന ഒരാളെ സംബന്ധിച്ച് 2 മണിക്കൂർ ഒരു കാർ ഫുൾ ചാർജ് ചെയ്യാൻ വേണ്ടി വെക്കുക എന്ന് പറയുന്നത് അത് നിയർലി വളരെയധികം ഡിഫിക്കൽട്ട് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ നോർമലി നോക്കുവാണെങ്കിൽ കാർസ് ജനറലി IC എഞ്ചിൻ കാർസിനേക്കാൾ ജനറലി എക്സ്പെൻസീവ് ആണ്. അതായത് 3-4 ലക്ഷം കൂടുതലാണ്. സോ എന്തുകൊണ്ട് 3-4 ലക്ഷം രൂപ കൊടുത്തിട്ട് ഒരു കാർ, അതും ഒരു ലേറ്റസ്റ്റ് ടെക്നോളജി ഉള്ള ഒരു കാർ എന്തുകൊണ്ട് എടുക്കുന്നു എന്നുള്ളത് ധാരാളം പേരുടെ ഒരു കൺസേൺ ആണ്. പിന്നെയുള്ളത് ബാറ്ററി കൺസേൺ ആണ്. നമുക്കറിയാം ഇന്ത്യയുടെ കണ്ടീഷൻ നോക്കുന്ന ഇന്ത്യ ഒരു ഹോട്ട് ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള കണ്ടീഷൻ, അത്യാവശ്യം നല്ല ഹോട്ടായിട്ടുള്ള റീജിയൻ ആണ്. സോ അതുകൊണ്ട് തന്നെ EVയുടെ